ഒരു കാലത്ത് മിനി സ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ തരംഗം തീർത്ത പരമ്പരയാണ് പരസ്പരം. ദീപ്തിയുടെയും സൂരജിന്റെയും ദാമ്പത്യ കഥയ്ക്കൊപ്പം പടിപ്പുര വീട്ടിൽ പത്മാവതിയുടെയും കൃഷ്ണേട്ടന്റെയും കഥ കൂടി പറഞ്ഞ ആ പരമ്പരയിൽ നിരഞ്ജൻ മേനോൻ എന്ന താരവും ഉണ്ടായിരുന്നു. പരമ്പരയിലെ പടിപ്പുര വീട്ടിലെ ഏറ്റവും ഇളയ മകനായി തിളങ്ങിയ സുഭാഷ് എന്ന കഥാപാത്രത്തെയാണ് നിരഞ്ജൻ മേനോൻ അവതരിപ്പിച്ചത്. അതിനു മുമ്പും ശേഷവും മറ്റേതെങ്കിലും സീരിയലുകളിൽ നിരഞ്ജൻ അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ലെങ്കിലും പടിപ്പുര വീട്ടിൽ പത്മാവതി അമ്മയുടെയും കൃഷ്ണന്റെയും ഇളയ മകനായി ആദ്യമെത്തിയ കക്ഷിയാണ് നിരഞ്ജൻ മേനോൻ. പരമ്പരയിൽ ശ്രദ്ധ നേടി വരവെയാണ് നിരഞ്ജൻ സീരിയലിൽ നിന്നും പിന്മാറുന്നത്. അതിനുശേഷം 1-2 പേർ കൂടി സുഭാഷായി എത്തിയെങ്കിലും നിരഞ്ജൻ മേനോനെ ഇപ്പോഴും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരഞ്ജന്റെ വിവാഹവും ശ്രദ്ധ നേടുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് നിരഞ്ജൻ വിവാഹിതനായത്. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു നിരഞ്ജന്റെ വിവാഹം. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രേഖകളിൽ ഒപ്പിട്ട് പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിരഞ്ജൻ മേനോൻ പങ്കുവച്ചിരുന്നു. അനീഷ്യ സുപ്രഭ മൈക്കിൾ എന്ന പെൺകുട്ടിയെയാണ് നിരഞ്ജൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ലളിതമായ ചടങ്ങുകൾക്കൊടുവിൽ കൂട്ടുകാർക്കും അടുത്ത ബന്ധുക്കൾക്കുമായി ഒരു വിവാഹ റിസപ്ഷനും ഇരുവരും സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വിവാഹ വാർത്ത ആരാധകർ അറിഞ്ഞതും. ഏറെ വർഷങ്ങളായി നിരഞ്ജൻ അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും സിനിമാ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ മികച്ച കഴിവുള്ള നിരഞ്ജന്റെ ആഗ്രഹങ്ങളെല്ലാം സിനിമ തന്നെയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാലാണ് നിറച്ചിരിക്കുന്നത്. സ്വന്തം ചിത്രങ്ങൾ വളരെ കുറച്ചു മാത്രം പങ്കുവച്ചിട്ടുള്ള നടൻ ഇനി അഭിനയത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതുമെല്ലാം നിരഞ്ജൻ മുംബൈയിലാണ്. ഒരു അഭിനേതാവ് എന്നതിനപ്പുറം സംവിധായകനാകാൻ ആഗ്രഹിക്കുന്നയാളാണ് നിരഞ്ജൻ മേനോൻ. ദസ്തൂർ എന്നാണ് നടൻ്റെ ആദ്യ സിനിമയുടെ പേര്. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളകളിലും നിരഞ്ജൻ്റെ ദസ്തൂർ എന്ന സിനിമ പ്രദർശിപ്പിക്കുകയും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമിയിൽ ദസ്തൂർ എന്ന ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെയായിരുന്നു നിരഞ്ജൻ പ്രതികരിച്ചത്. ആ സന്തോഷത്തിൻ്റെ നെറുകയിൽ നിൽക്കവെയാണ് ആഴ്ചകൾക്കിപ്പുറം നടൻ്റെ വിവാഹവും നടന്നിരിക്കുന്നത്. നിരഞ്ജൻ്റെ വിവാഹ ചിത്രങ്ങൾ കാണാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.